കർത്താവിന്റെ ക്രൂശുമരണത്തോട് ശിഷ്യന്മാരാകെപ്പാടെ പ്രയാസത്തിലായി. എന്നാൽ ആ പ്രയാസത്തിലായിരിക്കുന്നവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ആശുപത്രിയുടെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇന്ന സ്ഥലത്ത് അവര് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുമ്പോ യേശു അവരുടെ മധ്യത്തിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം. അപ്പോ അവര് മരിച്ചു പോയ ആള് പിന്നെ അവർക്ക് കാണാനോ കേൾക്കാനോ അറിയാനോ സാധ്യമല്ല അതുവരെ. എന്നാൽ യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ് അവരുടെ മധ്യത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം. അവർ ഭയപ്പെട്ട് അവിടെ ഇരിക്കുമ്പോഴാണ്. കാരണം യഹൂദന്മാരെ അവർ പേടിക്കുകയാണ്. അവരുടെ നേതാവിനെ കൊന്നു, കയറ്റി കൊന്നു. എങ്കിൽ ശിഷ്യന്മാരെ എത്രയധികം അവര് അത് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് നറുക്ക് വീഴുകയാണോ എന്ന് വിചാരിച്ചിട്ട് അവര് പേടിച്ച് ഇരിക്കുമ്പോഴാണ് കർത്താവ് വന്നിട്ട് അവർക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഏത് വിഷമസന്ധിയിലും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മൂലം നമുക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഏത് വിഷമസന്ധിയിലും നമുക്ക് സമാധാനം തരാൻ ഇഷ്ടമുള്ള കഴിവുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. അത് നമ്മള് നന്നായിട്ട് അറിയണം. അത് നന്നായി അറിഞ്ഞാൽ, അത് നമുക്ക് ജീവനായി തീർന്നാൽ, നമ്മള് മറ്റുള്ളവരെ പോലെ, ലോകത്തിലുള്ളവരെ പോലെ കിടന്ന് അസമാധാനമുള്ളവരായിട്ട് തീരത്തില്ല. ഏത് പ്രയാസങ്ങൾ വരട്ടെ, ഏത് വലിയ പ്രയാസങ്ങൾ വരട്ടെ, പക്ഷേ എന്നെ കാത്തു സൂക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ കൈകളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. അവന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ലോകം മുഴുവൻ നമുക്കെതിരാണ്, ഒരു സംശയമില്ല. നമ്മുടെ കൂടാണെന്ന് പറഞ്ഞാലും, നമ്മളുടെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും എന്ന് പറഞ്ഞാലും അവരെല്ലാം നമുക്കെതിരാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്, സ്നേഹിക്കുക, അവന് ചുമ്മാ ഒരു സ്നേഹം ഉണ്ടെന്ന് പറയുകയാണോ ചെയ്തത്? അവൻ ജീവൻ വെച്ച് ആണ് നമ്മളെ സ്നേഹിച്ചത്. അവന്റെ ജീവനെ അവനെ കണക്കാക്കിയില്ല. അതിനെ വേണ്ടെന്ന് വെച്ചിട്ട് ആണ് നമുക്ക് സ്നേഹം ഊറ്റി തന്നത്. അങ്ങനെയുള്ള കർത്താവ് നമ്മുടെ രക്ഷിതാവായിട്ട് നമുക്കുള്ളപ്പോ അവൻ മരിച്ച കർത്താവല്ല, ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അവിടെ മരിക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് അവന്റെ ജീവനെ പിതാവാം ദൈവത്തിന്റെ കയ്യിൽ പരമേൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവനെ ഭൂമിക്കടിയിൽ വെച്ചേക്കാനായിട്ട് അനുവദിച്ചില്ല. 3 ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് 40 വർഷം ശിഷ്യന്മാർക്ക് പല അവസരങ്ങളിലായിട്ട് 40 പ്രാവശ്യം 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് അവൻ സ്വർഗത്തിലേക്ക് പോയി. ആ പോകുന്ന സമയത്ത് ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞ എന്താണ്? ഈ കയറി പോകുന്നതിനായി കണ്ട ആ യേശു വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അത് നമുക്കുള്ള വലിയ വലിയ ഉറപ്പാണ്. ആ കർത്താവ് വീണ്ടും വരുമെന്ന് 2000 വർഷം മുമ്പായിട്ട് പറയുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ട്. പക്ഷേ കർത്താവ് മടങ്ങി വരും.
മടങ്ങി വന്ന് നമ്മളെ ചേർക്കും. ആ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. അത് ജീവനുള്ള വിശ്വാസമായി തീരണം. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല, അത് ജീവനുള്ള വിശ്വാസമായിരിക്കണം. ജീവനുള്ള വിശ്വാസത്തെ ആർക്കും നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ജീവനുള്ള വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിവിധ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകും. പക്ഷെ ഓരോ നിമിഷവും ഈ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, മരണത്തെ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. അവൻ എന്നെ ആപത്തിലേക്ക് വിട്ടുകളയുന്ന ഒരു ദൈവമല്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവൻ മതിയായവനാണ്. ഞാൻ ഇന്ന് പ്രയാസപ്പെടുന്ന ഏത് കാര്യത്തിൽ അവൻ മതിയായ കർത്താവാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ വേണ്ടതെല്ലാം ചെയ്യുന്ന കർത്താവാണ്. ആ കർത്താവിനെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ചും ബഹുമാനിച്ചും വിശ്വസിച്ചും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഈ കർത്താവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മൾ ആയിരിക്കണം. അപ്പോൾ മാത്രമേ ലോകത്തിനൊരു രക്ഷയായിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ യേശു ലോകരക്ഷിതാവാണെന്ന് അവരോട് പറയാനായിട്ട് ഒക്കുകയില്ല. നമ്മൾ കർത്താവിനെ ഉയർത്തി കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഓ അത് ജീവനുള്ള കർത്താവാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. അവർക്ക് രക്ഷയായിത്തീരും. അങ്ങനെ രക്ഷിതാവിനെ കൊടുത്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇസ്രായേൽ മക്കള് എപ്പോഴും ഒരു മഹാപുരോഹിതൻ തന്നെ ദൈവത്തെ സമീപിക്കുമ്പം ഇനി തിരിച്ചു വരുമോ എന്നുള്ളൊരു ഉറപ്പില്ലാതാണ്, വലിയ ഭയത്തിലാണ് ദൈവത്തെ സമീപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ കൃപായുഗത്തില് നമുക്ക് നമ്മൾ എവിടെ എല്ലാം ഇരുന്ന പ്രാർത്ഥിക്കുന്ന, പലപ്പോഴും നമ്മൾ പല സിറ്റുവേഷനിലും ഓരോരുത്തരായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവത്തെ സമീപിക്കാനായിട്ട് ഇന്ന് ദൈവം സ്വർഗം തുറന്നു വെച്ചിരിക്കുന്ന ഒരു വലിയ സാധ്യതയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് നന്ദി പറയുന്നു. എന്റെ ഘട്ടത്തിൽ ഞാനിങ്ങനെ ഞാനിങ്ങനെ വിചാരിക്കാം, നമുക്ക് ആ ഒരു എൻ്റെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചിരിക്കുന്നു. എനിക്കിപ്പോ ഒരു ക്ലീൻ സ്ലേറ്റ് ആണ്, ഒരു ക്ലീൻ ബോർഡാണ് എൻ്റെ എന്നുള്ള ആ ഒരു വലിയ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? അതോ ശരിയാണ്, ദൈവം നമ്മൾ പാപം ചെയ്തെന്നുള്ളത് ശരിയാണ്, നമ്മുടെ പാപം അതികഠിനമായിരുന്നുള്ളത് ശരിയാണ്, അത് വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, അതികഠിനമായിരുന്നു, നമുക്ക് തന്നെ ഇപ്പം അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും ആ പാപത്തെ പറ്റി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണോ? നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച പോലെ നമ്മുടെ ശുദ്ധീകരണത്തെ പറ്റിയാണ് നമ്മൾ ഓർക്കേണ്ടത്. പാപത്തിന്റെ ഇതിനെ പറ്റി ഓർത്ത് പിന്നെയും നമ്മൾ നിരാശപ്പെടാനല്ല. സോ ഹോപ്പ്ലെസ്, നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു, നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചല്ല. ബട്ട് ഗോഡ് ഹാഡ് മേഴ്സി ഓൺ us. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി എന്നുള്ള ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ദൈവത്തിന്റെ ആ മഹത്വവും നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹവും അതിനെ പറ്റിയാണ് നമ്മൾ ഓർക്കേണ്ടത് എന്ന് നമ്മളിങ്ങനെ കേൾക്കുമായിരുന്നു. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ടോണ്ടിരുന്നു. അതിനായിട്ട് വീണ്ടും നന്ദി പറയുന്നു. ദൈവത്തിന്റെ അടുത്ത് ദൈവത്തെ സമീപിക്കാനായിട്ട് നമുക്ക് തരുന്ന ആ ഒരു വലിയ പ്രാഗൽഭ്യത്തിനായ സ്തോത്രം. അതിനെന്തുവാ നമ്മൾ കേട്ടപോലെ ദൈവം നമ്മളെ നീതീകരിക്കുന്നു. തന്റെ പുത്രനെ കണ്ടിട്ട് ആ പുത്രന്റെ രക്തത്തിന്റെ മറവിലാണ് നമ്മൾ പാടുന്ന പോലെ, ക്രൂശിൻ മറവിൽ ഞാൻ വരുന്ന കർത്താവേ. വേറെ ഒരു മാർഗവും ഇല്ല ചെല്ലാനായിട്ട്, വേറെ ഒരു കാര്യവും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ രക്തത്തിന്റെ മറവിലാ കർത്താവേ ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ
സ്വീകാര്യരായി തീരത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തിന് സന്നിധി വരാൻ പറ്റത്തില്ലെന്ന് കേട്ടു. പിന്നെ നമ്മൾ കേട്ട പോലെ ദൈവം നമുക്ക് നമ്മുടെ ആ ഒരു സമാധാനം, നമുക്ക് വാസ്തവത്തിൽ നമുക്കൊരു സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് ഇന്ന് ലോകത്തിൽ ആളുകൾക്ക് ഇല്ലാത്തൊരു സാധനം എന്ന് പറയും, ഇല്ലാത്തൊരു എല്ലാം ഉള്ളൊരു വീട്ടിലും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എത്രയോ പേരുടെ ജീവിതത്തെ വാസ്തവം നമുക്ക് ഹ്യൂജ് എമൗണ്ട് സാലറി വാങ്ങിക്കുന്ന പല ഈവൻ ഡോക്ടേഴ്സ് പോലൊക്കെ ഉള്ളവരുടെ ആ വലിയ അവർക്ക് കിട്ടുന്ന മന്ത്ലി കിട്ടുന്ന ഇതും കേൾക്കുമ്പോഴായിരിക്കും ഈ ഡോക്ടർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് നോക്കുമ്പോൾ അവർക്ക് എന്തോ അവർക്ക് എന്തോ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യം അവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ള അസ്വസ്ഥത, നമുക്ക് ആ അസ്വസ്ഥത ഇല്ലാതെ പോയി എന്നുള്ളതാണ് അവർക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് കസ്റ്റമർ സംസാരിക്കുമ്പോഴും ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അപ്പം കുടുംബത്തിലുള്ള മറ്റു പലർക്കും ഇല്ലാത്തൊരു കാര്യം ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി ഈ ഒരു രക്ഷയെങ്കിലേക്ക് വരാൻ ദൈവത്തിന് ദൈവത്തിന്റെ എത്ര വലിയ സ്നേഹം നമ്മളോട് ഓരോരുത്തരും ഞങ്ങൾ പറയാറുണ്ട്. ദൈവം നമ്മളോട് ചൊരിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ക്വാളിറ്റി ഉണ്ടായിട്ടല്ല, ആ ഒരു സമാധാനം അതിന്റെ പൂർണ്ണ അളവിൽ അനുഭവിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ കേട്ടപോലെ സന്ദീപ് പറഞ്ഞു, അത് വളരെ വളരെ ക്ലോസ് ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ആ ഒരു സമാധാനം നമുക്കുണ്ടോ, ഓരോ കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് സമാധാനം ഉണ്ടോ, നമ്മൾ സമാധാനം കൊടുക്കുന്നവരാണോ ദൈവത്തെ പറ്റി. യേശു നമ്മളിപ്പോ റോമലേഖനം 14:20 നമ്മൾ വായിക്കുന്നു. സമാധാനത്തിന്റെ ദൈവത്തിന്റെ ഒരു ഇതായിട്ട് ആ ഒരു നാമം എന്ന് പറയുന്നത് തന്നെ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവമാണ്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർക്ക് എന്തോ വേണം, അപ്പന്റെ ആ വലിയ ലാൻഡിന്റെ അപ്പന്റെ ഉള്ള സമാധാനം മക്കൾക്കും വേണ്ടേ. അപ്പൊ ആ ഒരു ദൈവം നമ്മൾ മക്കളായിരിക്കും നമുക്ക് വേണ്ടിയ ഒരു വലിയ ഇതാണ്, പോർഷനാണ് ആ സമാധാനത്തിന്റെ ഒരു പോർഷൻ. നമുക്കും നമ്മുടെ അവകാശമാണ്. നമുക്ക് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കും. നമ്മൾ കേട്ട പോലെ നമ്മൾ പറയുന്ന ഒരു വാക്യങ്ങൾ, ഇത് ഞാൻ എന്നും ഓർക്കുന്നു. ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എന്നെ ഒരു ചർച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ, എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, എന്നെ ഒരു ഇൻസിഡന്റിന്റെ പുറത്ത് എന്നോട് വളരെ കർക്കശമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ 2 മാസത്തിന് ശേഷം, കുറെ നാളിന് ശേഷം ആ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ഞാൻ ആ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു, പിന്നെ വേറോട് അത് പറയണമായിരുന്നു, പക്ഷെ അത് സ്നേഹത്തിലല്ല പറഞ്ഞതെന്നുള്ള കാര്യം ഏറ്റു പറഞ്ഞു. ഞാൻ എന്നും പല സമയങ്ങളിലും ഈ ഒരു കാര്യം ഓർക്കും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളുടെയും ഇത് സത്യമൊക്കെ ആയിരിക്കും, എല്ലാം കാണും, പക്ഷെ സ്നേഹം എന്ന് പറയുന്ന കാര്യത്തിലായിരിക്കത്തില്ല അതിന്റെ റൂട്ട് എന്ന ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഈ ഒരു നമുക്ക് എങ്ങനെ സമാധാനം വരും? ദൈവത്തിന്റെ അടുത്ത് വേറെ എവിടെ പോയില്ലേലും നമുക്ക് ആശ്വാസ സമാധാനം കിട്ടുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ മറവിലാണ് നമ്മുടെ സമാധാനം. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരിടം, നമ്മളെ സ്വീകരിക്കുന്ന ഒരേ ഒരിടം എന്ന് പറയുന്നത് യേശുവിന്റെ സന്നിധിയാണ്. അവിടെ നമ്മൾ സന്തോഷത്തോടെ ഈ സമയത്തും ഓടി ചെല്ലാമെന്ന് പറയുന്നത് നമ്മുടെ ഒരു കേൾവി. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതൊരു കേട്ടുകേൾവിയല്ല. ആ ഒരു ഭാഗ്യം ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും ആ സമാധാനത്തിൽ കൂടുതൽ വളർന്നു വരാനായിട്ടും പറഞ്ഞ പോലെ അത് പൂർണ്ണ അളവിൽ അനുഭവിക്കാനായിട്ടും അതിൽ നമ്മളിൽ എന്നിൽ നിന്നൊഴുകാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന പഴയ സമയത്ത് കാലത്ത് ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലുന്ന അവസരത്തിൽ ഒരു സെൻസിൻ എന്ന് പറഞ്ഞു. പുതിയ ലോകത്തെ എത്ര ഈസി ആയിട്ടാണ് കർത്താവിന്റെ അടുക്കിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. അതേപറ്റി ലേവ്യ പുസ്തകം 16 or 17 അധ്യായത്തിലും കണ്ട് ഞാൻ ആരോ മരിച്ചു വീഴുന്നതായ ഒരു സംഗതി ഞാൻ വായിച്ചായിരുന്നു. റിസ്കി ലൈഫാണ്. 10-ലല്ല 16-17 അഹരോന്റെ പുത്രന്മാര് അതിന്റെ 10-ൽ 1-2 അവിടെ മരിച്ചു വീഴുന്നതായിട്ട് ഞാൻ വായിച്ചു തുടങ്ങി. ഇപ്പം ഈ പുതിയ നിയമത്തിൽ വളരെ തിങ്സ് മെയ്ഡ് വെരി ഈസി, വളരെ ലൈറ്റായിട്ട് വളരെ ഈസി ആയിട്ട് ആക്കിയിരിക്കുക. നമുക്ക്
യോഹന്നാന്റെ if we confess our sin, he is faithful and just to forgive us our sin and cleanse us from all our sins. എത്ര ഈസിയാണ്. പൈസയുടെ ചെലവൊന്നുമില്ല, ആട്ടുംകുട്ടിയെ മേടിക്കണ്ട, രക്തം ആരുടെ ആയിരിക്കും ചെല്ലണ്ട, മഹാപുരുഷന്റെ ഒരിക്കലും ഒരു പ്രീസിന്റെ ആയിരിക്കും ചെല്ലണ്ട. കർത്താവിനോട് മനസാക്ഷി, കർത്താവ് ഞാൻ വീണു പോയി, ക്ഷമിക്കുന്നുണ്ട്. വലിയൊരു എന്തുവാ പ്രിവിലേജ്, സംഗതി വളരെ ഈസി ആയിട്ട് തിങ്സ് മെയ്ഡ് വെരി ഈസി. ഞാൻ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു വഴിക്കായിട്ട് ഞാൻ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. That the same day at evening, being the first day of the week, the doors were shut, where the disciples were assembled for fear of the Jews. Came Jesus and stood in the midst and said unto them, Peace be unto you. കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവിന്റെ ശിഷ്യന്മാര് ശരിക്കും കർത്താവ് ചില ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു ധൈര്യം കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അത് നമ്മൾ കാണുന്നില്ല. ആ ഒരു എന്തോ ഒരു ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെങ്കിൽ നമുക്കുള്ളവര് ഇപ്പൊ മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ നമ്മള് ചില റിലേഷൻസ് നമുക്കത് ആ വിടവ് നമുക്ക് ഒരിക്കലും നികത്താൻ ഒക്കത്തില്ല. നമുക്ക് ആ ഒരു ഗ്യാപ്പ്, ദാറ്റ് വോയിഡ് ഇറ്റ് വിൽ ബി സ്റ്റിൽ ദേർ. അപ്പൊ ശിഷ്യന്മാർക്കും ആ ഒരു ഇത് തന്നെയാ വന്നേ. കാരണം കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷെ ക്രൂശീകരണം കഴിഞ്ഞു, അടക്കം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്നാലും അവരുടെ ഉള്ളിൽ ഒരു ഫിയർ, ഒരു ഭയം അവർക്കുണ്ട്. അവരെന്ത് ചെയ്യും? കാരണം യഹൂദന്മാരെ പേടിച്ചൊക്കെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ നടുവിൽ വന്നിട്ട് പറയുകയാണ് ഇത് സമാധാനം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ലോകം തരുന്ന സമാധാനമല്ല കർത്താവ് നമുക്ക് തരുന്നത്. കാരണം ലോകം തരുന്ന സമാധാനം അത് മനുഷ്യര് തരുന്ന സമാധാനമാണ്. ആ മനുഷ്യന്റെ വാക്കുകൾ അതിനൊരു മൊമെന്ററി സൂത്തിങ് മാത്രമേ കാണുകയുള്ളൂ. പക്ഷെ കർത്താവ് ജീവനുള്ള ദൈവം, കർത്താവ് യേശുക്രിസ്തു തരുന്ന ആ ഒരു സമാധാനം അത് മാത്രമേ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമാണ് ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് സമാധാനത്തിൽ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിന്റെ രക്തം, അത് സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന ആ രക്തം, ആ ജീവനുള്ള രക്തം. കാരണം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ആ ജീവനുള്ള ആ രക്തമല്ലേ, ഹാബീലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ആ കർത്താവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. ശരിയാ, നമ്മള് ഓൾഡ് കവനന്റ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഇപ്പൊ യാഗം അർപ്പിക്കുന്നതാണെങ്കിലും എല്ലാം അത് ഒരുപാട് പ്രോസസ്സാണ്. അത് ഒരുപാട് അതിൻ്റെ അകത്ത് സാമ്പത്തികമാണ്, എല്ലാം കൊണ്ട് ഒരു ഹെവി പ്രൈസ് അല്ലെങ്കിൽ ഒരു ഹെവി ഇത് നമുക്ക് കാണുന്ന സാധിച്ചു. ന്യൂ കവനന്റ് വരുമ്പം ദൈവം പഴയതിനെല്ലാം നീക്കി കളഞ്ഞിട്ടാണ് ഈ പുതുവഴിയാ ദൈവം തുറന്നത്, ഒരു ന്യൂ വേ. അത് കർത്താവിന്റെ രക്തം നമ്മുടെ സകല നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വലിയൊരു ഡേഞ്ചർ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അതിനെ ലൈറ്റായിട്ടാണ് കാണുന്നത്. ഓൾഡ് കവനന്റില് ശരിയാണ്, അവിടെ പാപം മറയ്ക്കപ്പെടുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് അവർക്ക് അത് മതിയായിരുന്നു. അന്നത്തെ ഇസ്രായേൽ മക്കൾക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് അത് മതിയായിരുന്നു പാപം. കാരണം അത് കർത്താവ് തന്നെ നിയമിച്ചതാണ്.
അപ്പൊ അത് അവർക്ക് അത് മതിയായിരുന്നു. പക്ഷെ ന്യൂ കവനന്റ് വരുമ്പോ ദൈവം തന്നതിന് അത് ഫൊർഗീവ്നെസ് ആണ്. അത് ആ പാപത്തെ കഴുകിക്കളയുന്നു, സ്റ്റെയിൻ പോലും ഇല്ലാതെ കഴുകിക്കളയുന്നു, വാസ്തവമായ കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിനെ വളരെ ലൈറ്റായിട്ടാണ്. ഞാനാണേലും എന്നെ സംബന്ധിച്ച് ഞാനാണേലും ഒക്കെ നമ്മളതിനെ വളരെ ലൈറ്റായിട്ടാണ് കാണുന്നത്. കാരണം നമുക്ക് എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ട്, അറ്റനീറ്റ് എപ്പോഴാണേലും നമുക്ക് ചെല്ലാം, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് അതല്ല നമുക്ക് എന്താ പറയാ, അതിൻ്റെ അകത്ത് ലിവിങ് ബൈബിളിന്റെ അകത്ത് പറയുന്നത് വി കൺസിഡർ ലോർഡ്സ് ബ്ലഡ് ഓഫ് ജീസസ് ആസ് ടാപ്പ് വാട്ടർ, അല്ലെങ്കിൽ ആ ഒരു ലാഘവത്തോടെയാണ്. അത് വലിയൊരു ഡേഞ്ചറാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. കാരണം അത്രയും ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കാണുകയും നമ്മളെ തെരഞ്ഞെടുക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി തന്നെ യാഗമായി അർപ്പിച്ചു. ആ രക്തം നമുക്ക് വേണ്ടി നമുക്ക് അത് ശരിക്കും ഒരു കോട്ടയാണ്. നമുക്കത് ശരിക്കും ഒരു ഇറ്റ്സ് എ ഗ്രേറ്റ് റിലീഫ് ഫോർ അസ്. പക്ഷെ നമ്മൾ അതിനെ വാല്യൂ ചെയ്യണം. നമ്മുടെ അൺകോൺഷ്യസ് എന്നുണ്ട്, കോൺഷ്യസ് എന്നുണ്ട്. പക്ഷെ കഴിവുള്ളിടത്തോളം നമ്മളെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ ലേഖനത്തിൽ പറയുന്നത് പിന്നെ യോഹന്നാന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്, നിങ്ങൾ പ്രാണത്യാഗത്തോളം നിങ്ങൾ പാപത്തോട് എതിർത്ത് പ്രാണത്യാഗത്തോളം നിങ്ങൾ പാപത്തോട് എതിർത്ത് നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനത് ആഗ്രഹിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ രക്തം ശരിയാ, നമുക്ക് ഏത് സമയത്തും നമുക്ക് ചെല്ലുവാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. ഓൾഡ് കൗൺസിലിലാണെങ്കിൽ നമ്മൾ പുരോഹിതന്റെ അടുത്ത് പോകുന്നു, പുരോഹിതൻ നമുക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ട് നിന്ന് ദൈവത്തോട് യാചിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നും പല ക്രിസ്തീയ സഭകളിലൊക്കെ നമുക്ക് മീഡിയേറ്റേഴ്സിനെ അവരൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് യഥാർത്ഥമായ ദൈവവചന വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആരുടെ ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഓൾഡ് കവനന്റിലും എല്ലാം നമ്മുടെ മനുഷ്യന്റെ പാപം ഒരു മനുഷ്യനോട് തന്നെ നമ്മളത് പറഞ്ഞിട്ടാണ് അതിന് പാപപരിഹാരം വരുത്തുന്നതെങ്കിൽ ന്യൂ കവനന്റ് വന്നപ്പോൾ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്ട്ലി we can go to our heavenly Father and confess our sin, and He is faithful to cleanse us and wash us with His precious blood. അത് ദൈവം നമുക്ക് തന്ന വലിയൊരു പദവിയാ, വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ വി ഷുഡ് വാല്യൂ ദാറ്റ്. അതിനെ നമ്മൾ വെറുതെ തൃണവൽക്കരിച്ച് കളയരുത്. അത് വലിയൊരു ഡേഞ്ചറാ. അങ്ങനെ വരാതെ ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോഴും അതിനെ വാല്യൂ ചെയ്യണം. കാരണം അത്രയും ഒരു പെയിൻ കൊടുത്തിട്ടാണ് ദൈവം നമുക്ക് എന്താ പറയുക, ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ദൈവം നമുക്ക് തന്നത്. വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ഹിം. അതല്ല ദൈവത്തിന്റെ കൃപാസനം, മെർസി സീറ്റ്, എല്ലാം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനായിട്ടുള്ള മുഖാന്തരങ്ങളായി തീരണം. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എല്ലാം നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ശരിക്കും സാഹചര്യം ഒരിക്കലും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള മുഖാന്തരങ്ങളായി തീരണം. പക്ഷെ ദാറ്റ് ഈസ് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വി ബിലീവ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വിളിച്ച ദൈവം വിശ്വസ്തൻ, അത് നിവർത്തിപ്പാൻ അവൻ ശക്തനും മതിയായവനുമാണ്. ഞാൻ ദൈവത്തെ ശരണപ്പെടുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ രക്തം, അതുപോലെ മേഴ്സി സീറ്റ്, അതെല്ലാം നമ്മുടെ ആത്മീക അനുഗ്രഹത്തിനും ഒരു ആത്മീക നന്മയ്ക്കുമായി തീരുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരും സഹായിക്കണം. സ്തുതിക്കുന്നു. ഇവിടെ ഇന്ന് ഈ യോഹന്നാന്റെ 20 സുവിശേഷ 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം 19 വരെ ഇങ്ങോട്ട് വായിച്ചാല് നമ്മൾ ഈ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെ പ്രൈസ്തലോട് പറയുന്ന പോലെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സമാധാനം. അവിടെ 20-ാമത്തെ വാക്യത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ 21-ാം വാക്യത്തില് യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. ഇത് കഴിഞ്ഞ് തോമസിനെ കാണുമ്പം
വീണ്ടും 26-ാം വാക്യത്തിലും പറയുന്നു നിങ്ങൾക്ക് സമാധാനം. ഇപ്പൊ കർത്താവിന് അറിയാമായിരുന്നു ഇവർക്ക് ഏറ്റവും വേണ്ടി ഒരു കാര്യം ആ സമയത്ത് സമാധാനമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളൊരു സമാധാനം അവിടെ കിട്ടാനില്ല. യേശു കൊടുക്കുന്ന സമാധാനം കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വരെ അവർ ജീവിക്കേണ്ടതെന്ന് കർത്താവിന് അറിയായിരുന്നു. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്ന കർത്താവ്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാവുന്ന ഒരു കർത്താവിനെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് 14-ാം അധ്യായത്തിന് മുമ്പേ നമ്മുടെ അരുമ്പ് പറഞ്ഞ ആ വാക്യം 14:27 സമാധാനം ഞാൻ യോഹന്നാൻ 14 ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. വേറെ സമാധാനം ഒന്നും കൊണ്ട് രക്ഷയില്ലെന്നറിയാം. കർത്താവ് ഇവർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാനിത് കാണുമ്പോഴെല്ലാം വിചാരിക്കുന്നത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിന്റെ സമാധാനം എല്ലാം ഉള്ളപ്പോൾ, എല്ലാവരും നല്ലതെന്ന് പറയുമ്പോൾ, എല്ലാവരും കൂടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ളൊരു സമാധാനമാണ്. പക്ഷെ യേശുവിന്റെ സമാധാനം അതല്ലായിരുന്നു. എല്ലാവരും വിട്ടേച്ച് ഓടിപ്പോയപ്പോഴും യേശുവിന്റെ സമാധാനം പോയില്ല. കാരണം ഞാൻ ഏകനല്ല, എന്റെ പിതാവ് എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല, അവനെപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസമാണ് യേശുവിനെ ആ സമയത്തും സമാധാനത്തിൽ നിർത്തിയത്. അപ്പൊ ആ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ അവർക്ക് മാത്രമല്ല നമുക്കും കർത്താവ് തന്നിരിക്കുന്നത് ആ സമാധാനം, യേശുവിന്റെ സമാധാനം. അതിന്ന് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള നീതിയും പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിലുള്ള സമാധാനം നഷ്ടപ്പെടുന്നുവെന്ന് നോക്കുക. അതാ കൊലോസ്യർക്കെതിരെ പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അത് റെഫറി ആയിരിക്കട്ടെ. സായിപ്പേർ പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ക്രിസ്തുവിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ റെഫറി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, റെഫറി വിസിലൂതി കഴിഞ്ഞാൽ പിന്നെ കളിയൊന്നും വേണ്ട, അടങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. അവിടെ വല്ലതൊക്കെ ചെയ്ത് ആകെ കലക്കമായി പോകും. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്ന സമയത്ത് മിണ്ടാതിരിക്കുവാൻ കർത്താവിനെ പരിശീലിപ്പിക്കുന്നവർക്ക് എന്റെ ഏറ്റവും സ്തുതിക്കുന്നു. അതെ കർത്താവെ, അതുകൊണ്ട് എപ്പോഴും കർത്താവിന്റെ സമാധാനം, എബ്രായർക്ക് ഇതിൽ ലേഖനത്തിലും പറയുന്നൊരു കാര്യമുണ്ട്, സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാൻ. സമാധാനം സ്വസ്ഥത നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. സമാധാനം, ഹൃദയം അസ്വസ്ഥമായിരിക്കുമ്പം, ഏതെങ്കിലും കാര്യത്തിൽ ഹൃദയം അസ്വസ്ഥമാകുമ്പം അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുന്നതാണ് ഏറെ നല്ലത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞോളൂ. ഈ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവമക്കൾ എപ്പോഴും സമാധാനമുള്ളവരായിരിക്കണമെന്നാണ്. ബാക്കി എല്ലാത്തിനേക്കാൾ സമാധാനം ഉണ്ട്, അതിന്റെ പുറകെ സന്തോഷമുണ്ട്. ഈ ദൈവത്തിന്റെ സമാധാനവും നീതിയും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മളൊരു പാട്ടി പാടുമല്ലോ, നമ്മുടെ ദൈവം സമാധാനമേ, ശാശ്വത സമാധാനമേ, ലോകം നൽകാത്ത സമാധാനമേ, അവൻ എന്റെ സമാധാനമേ. കർത്താവ് കൃപാസനമാണ്, അവൻ എന്റെ സമാധാനമാണ്, എല്ലാമാണ്. കർത്താവ് അങ്ങനെ ഈ കർത്താവിനെ കാണാൻ, അതുപോലെ തന്നെ യാഗവസ്തുവാണെന്ന് പറഞ്ഞു യേശു കർത്താവ് തന്നെയാണ് യാഗവസ്തു. അതേസമയം തന്നെ ഞാൻ യാഗവസ്തുവായിട്ട് എന്നെ സമർപ്പിക്കുമ്പോൾ യാഗപീഠവും അവൻ തന്നെയാണ്. യേശു തന്നെയാണ് യാഗപീഠം. യേശു യാഗപീഠമാണെന്ന് പറയുന്ന വാക്യത്തിലോട്ടുള്ളവരെ എനിക്ക് നമ്മളൊരു പാട്ടി പാടാറുണ്ട്, യാഗപീഠം അവനത്രേ അങ്ങനെയും പറയുന്ന പാട്ട് പാടാറുണ്ട്. അപ്പൊ ആ ആൻഡ്രൂയുടെ പുസ്തകത്തിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്, ആ യാഗപീഠം യാഗവസ്തുവിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ് യേശു ക്രിസ്തു. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ, ഉള്ള അവസ്ഥയിൽ കർത്താവ് എന്റെ പിന്മാറ്റങ്ങളോടെ, എന്റെ പരാതികളോടെ, എന്റെ കുറുകുറുപ്പിനോടെ എല്ലാം ഈ യാഗപീഠത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ യാഗപീഠം എന്നെ ശുദ്ധീകരിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുകയാണ്. ഇപ്പൊ കർത്താവിന്റെ സമാധാനം എന്നിൽ വാഴും. ദൈവത്തോട് സമാധാനം ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനും കർത്താവിനോട് എൻ്റെ വാക്കുകൾ, എൻ്റെ എല്ലാ ആവലാതികളും ബോധിപ്പിക്കാനും ആഗ്രഹിച്ചുകളും എല്ലാം ബോധിപ്പിക്കാനും എനിക്ക് കഴിയണമെങ്കിൽ എനിക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ഒന്നാമത് അത് അവർ ഒന്ന് പറഞ്ഞത്, ദൈവത്തോട് സമാധാനം. പിന്നെ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സമാധാനം. ആ ദൈവത്തിന്റെ സമാധാനം എന്നിൽ വരുമ്പോൾ ഹല്ലേലൂയ, ആ സമാധാനം കവിഞ്ഞൊഴുകി മറ്റൊരിടത്തേക്ക് പോകും, കവിഞ്ഞൊഴുകാനിടയായിത്തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എപ്പോഴും ഈ കർത്താവിന്റെ സമാധാനവും സന്തോഷവും കവിഞ്ഞൊഴുകുന്നൊരു ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാ ദിവസവും
കർത്താവെ, യേശുവിന്റെ സ്വഭാവത്തിൽ കുറവായി വരുന്ന കാര്യം വലിയ വലിയ പാപമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും അപ്പൊ തന്നെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശു ഏറ്റുപറയുന്ന സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുവാൻ അവൻ നീതിമാനും പരിശുദ്ധ വിശ്വസ്തനുമാണ്. അതുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ ധൈര്യത്തോടെ പോകാം. കർത്താവ് ക്ഷമിക്കുമെന്നൊന്നും ഇന്ന് കേട്ട പോലെ സംശയിക്കേണ്ട. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അകത്തേക്ക് ഓടിച്ചേരാം. അവൻ കരുണയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, അവൻ വിശ്വസ്തനാണ്. അവന്റെ ദയ രാവിലെ തോറും പുതിയതും വിശ്വസ്തത വലിയതുമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് പോകാൻ എപ്പോഴും ധൈര്യത്തോടെ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ എല്ലാം വലിയ സഹായിക്കും. രോഗന്മാര് ഭയത്തോടെ യാഗമർപ്പിക്കാൻ പോയി എങ്കിൽ ഇന്ന് പുതുനിയമമാവുന്ന നമുക്ക് എപ്പോഴും ഏത് സമയത്തും അവന്റെ മുമ്പിലേക്ക് കടന്നു വരുവാനായിട്ടാണ് നമുക്ക് വഴിയൊരുക്കി തന്നെ സ്തോത്രം ചെയ്യുന്നു. ആ സമാധാനത്തിലും ആ സന്തോഷത്തിലും എപ്പോഴും ആയിരിക്കാനും അവൻ്റെ സമാധാനം പറഞ്ഞതുപോലെ മതിയായി മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ സമാധാനത്തിൽ എപ്പോഴും ആയിരിക്കാൻ സഹായിക്കട്ടെ. ഇത് കേട്ടപ്പോ സാക്ബർ പറയുന്ന ഒരു ഇലസ്ട്രേഷൻ ആയിരിക്കും ഓർമ്മ വന്നത്. അതായത് ഇങ്ങനെ ഒരു ജഡ്ജിന്റെ സീറ്റിലിരുന്ന് സ്വന്തം മകൻ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, ഒരാളെ കൊന്നിട്ട് നിൽക്കുക. അപ്പം അതിന് എന്താ പറയുന്നത്, പരിഹാരമായിട്ട് പുള്ളിക്ക് ഒന്നും തിരിച്ചു തരാനായിട്ട് അത്രയും വലിയ പാപം ചെയ്ത് ഒന്നും ഇല്ല. അപ്പം ജഡ്ജ് റൈച്ചസ് ആയതുകൊണ്ട് അതിന് ശിക്ഷാവിധി കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ അത് ശിക്ഷാവിധി എഴുതുവാണ്. പക്ഷെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ശിക്ഷ തനിയെ ഏറ്റെടുക്കുവാണ്. അതിനുള്ള സർവ്വ പരിഹാരവും അദ്ദേഹം തന്നെ ചെയ്യുവാൻ. ശരിക്കും കർത്താവ് അതാണ് ചെയ്തത് എന്ന് കേട്ടപ്പം ആ ഒരു പിതാവ് തന്റെ പുത്രനെ യേശു കർത്താവ് ദൈവം തന്നെ നമുക്കായിട്ട് അവിടുന്ന് നമുക്ക് ഒന്നുമില്ല തിരിച്ച് അവിടെ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ആ ഒരു സിന്നർ എന്ന് നമ്മൾ വരുമ്പം കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് അവിടെ തരാനായിട്ടൊന്നുമില്ല. നമ്മളുടെ റൈച്ചസ് ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മളുടെ കുറെ നല്ല കാര്യങ്ങളോ നന്മ എന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നുമില്ല അവിടെ. ഇനി ഞാൻ നാളെ നന്നായിക്കോളാം എന്ന് പറഞ്ഞ് വലിയ പുതിയ വർഷത്തിലെ ഒരു തീരുമാനങ്ങൾ എടുത്ത് ഞാൻ നന്നായിക്കോളാം. പക്ഷെ അങ്ങനെ ഒന്നും ഒരു തീരുമാനത്തിലും ഒന്നും നിൽക്കത്തില്ല. അവിടെ പരിഹാരമായിട്ട് കർത്താവിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ശരിക്കും ആ ഒരു എത്രമാത്രം ആ ഒരു ലോയിനെ കുറിച്ച് പഴയ നിയമത്തിലെ അത് കേട്ടപ്പോ എത്ര പാടായിരുന്നു, എത്ര ഡിഫിക്കൽട്ടായിരുന്നു അവിടെ വരാനായിട്ട്. അതുപോലെ ശരിക്കും സൈക്കിളിൽ നിന്ന് കേട്ടിട്ടുണ്ട് നമ്മള്, എസ്പെഷ്യലി ക്രിസ്ത്യൻ കുടുംബത്തിലെ ജനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മള് ഗ്രേസിനെ കുറിച്ചായിരിക്കും എസ്പെഷ്യലി ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ ആ ഒരു ലോ അതിനെപ്പറ്റി യഹൂദന്മാർക്ക് എത്രമാത്രം ഒരു ഭയത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ലോയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ ഭയപ്പെടുന്ന കാര്യം, അത് നമ്മളുടെ ഒരു നന്മ പ്രവൃത്തികളിലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേ കർത്താവ് അവിടെ വന്ന് നമുക്കായിട്ട് എല്ലാം ചെയ്തു. ഇനി അവിടെ ഒരു വിഷമത്തിനും കാരണമില്ല. കാരണം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നടന്നത്. കർത്താവ് തന്നെയാണ് വന്ന്. ഞാനിന്ന് രാവിലെ വായിച്ച പോർഷൻ ലൂക്കോസിലെ 5 അത് അതിനകത്ത് ഈ ടാക്സ് കളക്ടർ ആയിട്ടുള്ള ലെവി പുള്ളിയെ കർത്താവ് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഒരുപാട് സിന്നേഴ്സും പലരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഈ ഫരീസിയർക്ക് ഭയങ്കരമായിട്ട് they began grumbling, why do you eat and drink with the tax collectors എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ശരിക്കും അവർക്ക് വളരെ സന്തോഷം. അവിടെ ഒരു ഫീസ്റ്റ് കൊടുത്തത്, ബിഗ് റിസപ്ഷൻ ഫോർ ഹിം. അത്രയ്ക്ക് അവർക്ക് സന്തോഷമായിട്ട് അവരുടെ ജീവിതം മൊത്തത്തില് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ച്. അപ്പൊ ശരിക്കും എന്തുവായിരുന്നു ആ ഒരു ഫാരിസീസ് തമ്മിലുള്ള ഡിഫറൻസ്? അവരുടെ പാപത്തിന് പരിഹാരം ഒന്നും ഇല്ല എന്ന് അവർ മനസ്സിലാക്കി. മറ്റവർ അവരുടെ ആ ഒരു വർഷത്തിൽ തന്നെ ഇനിയിപ്പം ഞങ്ങൾ ഇത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, അതിലെ ഗ്ലോറി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇവര് വളരെ സിമ്പിൾ ആയിട്ട് കർത്താവിന്റെ അടുത്ത് വന്നിരുന്ന
അവർക്ക് ഈസി ആയിട്ട് അത്ര ഈസി ആയിട്ട് മുമ്പേ നാരായണ ബ്രദർ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് കയറി ചെല്ലാനായിട്ട്. അപ്പം ശരിക്കും നമ്മള് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് നമ്മൾ സിന്നറായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ നമ്മുടെ അടുത്തേക്ക് വിളിക്കുന്നു. നമുക്കതൊരു പുതിയ ജീവിതമാണ്. പിന്നെ പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഓൾ തിങ് ഹാസ് ബിക്കം ന്യൂ എന്ന് പറയല്ലോ. 2 Corinthians 6:17 ഒരു പാട്ട് 5:17 ഒരു പാട്ടായിട്ട് പാടി എല്ലാം. അതിനകത്ത് പടങ്ങളെ കാണിക്കുന്ന ഒരാള് മോഷ്ടിച്ചുകൊണ്ടിരിക്കുക, ഒരാള് അടിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാം അവരുടെ ജീവിതം മൊത്തത്തിലെ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ്. അപ്പൊ അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയും, അല്ലാതെ പതുക്കെ 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 ചേഞ്ച് ചെയ്യല്ല. അപ്പൊ അതുപോലെ അവരുടെ ശരിക്കും നമ്മുടെ ജീവിതവും അതുപോലെ മാറണം. അതാണ് ശരിക്കും പുതിയ ന്യൂ കവന്റന്റിലോട്ട് നമ്മൾ വീണ്ടും പേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഓരോ ദിവസവും കർത്താവിന്റെ സ്വഭാവം അത് നമ്മളെ കാണിച്ചു തന്ന് നമ്മളെ ആ ഒരു സ്വരൂപത്തിലേക്ക് മാറ്റും. ആ ഒരു ധൈര്യത്തോടെ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തെങ്കിൽ ഇനിയും എല്ലാം ചെയ്യുമെന്ന് റോമൻസ് 8:39 അല്ലെ, രക്തം സ്വന്തം പുത്രനെ നൽകിയെങ്കിൽ അതെ അതെ. അപ്പം നമ്മളെ ഇത്രയും ദൈവം മാറ്റി. ഇനിയിപ്പം ഫൈനലായിട്ട് കർത്താവിന്റെ ഒരു സ്വരൂപത്തിലേക്കും അത് ഓരോ ദിവസവും കർത്താവ് വിശ്വസ്തനാണ്. അപ്പൊ ആ ഒരു ധൈര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് കേട്ടതുപോലെ പലർക്കും ഇന്ന് ലോകത്തിലെ ആൾക്കാർ പല അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഒരു വീട്ടിൽ വന്നിരിക്കുമ്പോഴും അവർക്ക് അയ്യോ ഒരു സമാധാനം ഇല്ല. ജീവിതം പറഞ്ഞപ്പോഴും എത്ര പണം ഉണ്ടെങ്കിലും സമാധാനം ഇല്ല. അപ്പം പക്ഷെ കർത്താവിന്റെ ആൾക്കാർക്ക് ആ ഒരു സമാധാനമുണ്ട്. അവർക്കും അത് കാണുമ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് അവർ മനസ്സിലാക്കും. ആ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. അതിനായിട്ട് ഞാൻ ഓരോ ദിവസവും എന്നെ തന്നെ താഴ്ത്തി എന്റെ കഴിവിലൊന്നും ആശ്രയിക്കാതെ കർത്താവിന്റെ കൃപയിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത്.